മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഈ ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ബാലൻ ദ ബോയ്. സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ബാലൻ ബോയ് എന്ന സിനിമ. ബാലൻ ദ ബോയ് എന്ന സിനിമയിലെ പാർട്ട് 1 സീനാണ് നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോകും. ദൂരെ ദൂരെ ഒരു മലഞ്ചെരുവിൽ ഒരു വീടുണ്ടായിരുന്നു. ഓടിട്ട് വെള്ള പൂശിയ ഒരു കൊച്ചു വീട്. അവിടെ ഒരു അപ്പനും അമ്മയും കുഞ്ഞുമോനും സന്തോഷത്തോടെ ജീവിച്ചു. ജീപ്പ് ഓടിക്കലായിരുന്നു അപ്പന്റെ പണി. ഒരിക്കൽ തോട്ടത്തിൽ പണിയെടുക്കാൻ പോയ അപ്പനെ ആന ചവിട്ടിക്കൊന്നു. അങ്ങനെ ആ അമ്മയും മോനും ഒറ്റയ്ക്കായി. ഒറ്റപ്പെടുത്തലും പട്ടിണിയും കൂടെ ആയപ്പോ സ്റ്റോറി ദിവസം ആ വീട് വിട്ടിറങ്ങി ഒരു ലോറിയിൽ കയറി നഗരത്തിലേക്ക് പോയി. ലോറിയല്ല, ബസ്. നീല ബസ്. അവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, നമ്മൾ കാണാത്ത തരത്തിലുള്ള കാറുകളും സ്കൂട്ടറുകളും ഉണ്ടായിരുന്നു. ബാലൻ. ഓ, ഇത് ജയിലാണല്ലോ. ജയിലാണ്, വനിതാ സെല്ല്. വിസിലടി അതാരാ? ആരാണ്? ജസ്നിഖാൻ. നീ എന്താ പറയാണ്ട് പോണേണോ? കണ്ടിട്ട് മെയിൻ ആളെ തോന്നുന്നുണ്ട് ജയിലിലെ കലകുകളിലൊരു മെയിൻ ആളുണ്ടാവല്ലോ. ആ ഒരു ഫാനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, ഇരിപ്പും വശമൊക്കെ കണ്ടിട്ട്. പുറത്തിറങ്ങിയിട്ട് വിളിക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ നിന്റെ ശിക്ഷ ഞാൻ കുറപ്പിച്ചത്. വക്കീല് ഫീസ് പിന്നെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം, അഡ്വാൻസ് ആയിട്ട് കൂട്ടിയാ മതി. പുറത്തിറങ്ങിയാ നമുക്ക് ഉണ്ടാക്കാമല്ലോ. പുറത്തിറങ്ങിയാ ഷംനത്ത ഇല്ല. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഷംനത്ത് പുറത്തിറങ്ങില്ലേ. നീ പൊയ്ക്കോ, പൊയ്ക്കോടി. ഇവര് പോവാന്ന് തോന്നിട്ട് ജയിലിന് ശിക്ഷ കഴിഞ്ഞ് പോവാനുള്ള പരിപാടിയാണ്. ശമ്പളം ഓക്കെ, ജയില് വർക്ക് എടുത്ത ശമ്പളം കേട്ടോ. അവിടെ പോയാല് ഒരു ജോലി ഒരു സംഘടിപ്പിച്ചു തരും. ഞാൻ വിളിച്ചു പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങായിരുന്നല്ലേ? വേണ്ട, എന്റെ വലിയച്ഛൻ കാത്തുണ്ടാവും. വല്യച്ഛനോ? ഇതുവരെ തിരിഞ്ഞോക്കാത്ത നോക്കിയും കണ്ടൊക്കെ ജീവിക്കും. നിങ്ങൾ ചെന്ന കുറ്റങ്ങൾക്ക് ഭാവി കുഞ്ഞുങ്ങൾ കൂടിയാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്. കറക്റ്റ്. ഫ്രീ കത്തികള്. ഇത് മറ്റേത് കേട്ടോ, ഇപ്പൊ സ്ഥിരമായിട്ട് പിടിക്കുന്നുണ്ടല്ലോ ഫ്രീ കത്തികളാ. മറ്റേ വല്ല MDMA കേസൊക്കെ ആയിരിക്കും, അത് കാണിക്കാനായിരിക്കും ചിലപ്പോൾ സംവിധായകന്റെ ഒരു ശ്രമമായിരിക്കും. പുറത്ത് ആളുണ്ട് പറഞ്ഞിട്ട്. ഓ, നേരത്തെ നമ്പർ കൊടുത്താ കേട്ടോ ഷംനത്ത, അത് ഒഴിവാക്കി. പുറത്ത് ആളും ഇല്ല, കൊണ്ടുപോകാൻ ആളുണ്ട് പറഞ്ഞിട്ട് വല്യച്ഛൻ വരുന്നൊക്കെ പറഞ്ഞിട്ട്. കുട്ടികളെ എങ്ങനെ ജയിലിൽ കൊണ്ടുപോകാനുള്ള ഇതൊന്നുമില്ല. ഒന്നെങ്കിൽ ഈ കുട്ടി അവിടെ വെച്ച് ജനിച്ചതായിരിക്കും, ജയിലിനകത്ത് വെച്ച്. അതുകൊണ്ടാണ് ആ കുട്ടി അവരുടെ കൂടെ ഉള്ളത് കേട്ടോ. അല്ലാതെ കുട്ടികളെ ഒരിക്കലും ജയിലിൽ കൊണ്ടുപോകാൻ ഇതില്ല. ബസ് എവിടേക്കാ പോകണ്ട അറിയില്ല തോന്നുന്നു കേട്ടോ. ബാലൻ ബോയ്. ഓ, ചമ്മന്തി പോയി. വേറെ ആരും ഇല്ല തോന്നുന്നു കേട്ടോ ആ ചേട്ടനെ ഹെൽപ്പിങ്. പൈസ ഇല്ല.
ജയിലിൽ നിന്ന് പൈസ കിട്ടിയതാണല്ലോ. അപ്പൊ അതാണ് ഉദ്ദേശം, എന്തെങ്കിലും പണി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. പൈസ അല്ല പറഞ്ഞു. ശമ്പളം വേണ്ട ചേട്ടാ, ഭക്ഷണം തന്നാ മതി. ഓ, ബെഞ്ചിലൂടെ കിടന്നോളാം. കിടക്കാൻ ഒരു ഇടം, അതാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. തോട്ടത്തില് എടുക്കാൻ പോയവന്റെ അപ്പനെ ആന ചവിട്ടി കൊന്നു. ആരില്ലാതായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാ. കൊറേ കാലം അങ്ങോട്ട് പോണെന്ന് അറിഞ്ഞു. പിന്നെ ഇങ്ങനെ ജയിലിലെത്തിയവര് അതിന് ടെക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടല്ലേ. ഒന്നുകിൽ ഇതൊരു നുണയായിരിക്കും ഈ കഥ. എന്ത് വേണമെങ്കിലും ചെയ്യാം. പാത്രം കഴുകാം, അടിച്ചു വരാം. പാവം, ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ എന്തൊക്കെയോ സഹിക്കണം. ആ ചേട്ടനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അത് ചെറിയ ചായക്കടല്ലേ. ആ ചേട്ടന് വിളിക്കണം എന്നിട്ട് തോന്നുന്നുണ്ട് കേട്ടോ, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. ഉണ്ടംപൊരി, ഉഴുന്നുവട, ദോശ, മൊത്തത്തിലൊരു ഇതല്ല, നമ്മളൊരു പഴയൊരു ചായക്കട അല്ല. നല്ല തേയിലത്തോട്ടം, ആംബിയൻസ് കൊള്ളാം, നല്ല അടിപൊളി. ഓ, കട സെറ്റപ്പ് ആയല്ലോ ഒരാൾ വന്നപ്പോ അല്ലേ. കുറച്ചൊരു വെളിച്ചം വെച്ച പോലെയായി ആ കടയിൽ. തിരക്കാണ്. ഹിന്ദു, അതാണ് പേരല്ലേ. നല്ല മറുപടി, അടിപൊളിയായിട്ടോ ചേട്ടാ, അടിപൊളി. ഇതിലെ മറുപടി അങ്ങനത്തെ ആളുകൾക്ക് അങ്ങനെ തന്നെ മറുപടി കൊടുക്കണ്ടേ. അങ്ങനത്തെ ആളുകൾക്ക് ഉരുളക്ക് ഉപ്പേരി ഉണ്ടല്ലേ. അവൻ ചേട്ടല്ലേ, മറ്റുള്ള ആൾക്കാരുടെ ശല്യം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കെയറിങ്. പുള്ളി ഒരു മോന് മോളോ വയ്ക്കാണ്. കട തുറന്നില്ലല്ലോ, എന്ത് പറ്റി? ഹിന്ദു അബ്ജിത്ത് ചെക്കൻ്റെ പേരല്ലേ. ഓ, കീവർ ഉണ്ടല്ലോ. നമുക്ക് നമ്മൾ മാത്രം മതി, അതിന്റെ ഇടയിൽ വേറെ ആരും വേണ്ട. അമ്മയും മോനും, വേറെ ബന്ധങ്ങളൊന്നും വേണ്ടാന്ന് അവിടുന്ന് പോന്നിട്ട് അവര്. റൂട്ട് കണ്ടു. നമ്മുടെ പുതിയ കഥ എന്താ പറയാം. എന്റെ പുതിയ പേരെന്താ? സൂപ്പർ. അപ്പൊ ഇതാണ് സംഗതി. ഓരോ ദേശം, ഓരോ പേര്. ചുരുക്കി പറഞ്ഞാൽ ഇവര് ആർക്കും ഒരു പിടി കൊടുക്കാത്ത ക്യാരക്ടറാണ്.
ഒന്ന് ചിലപ്പോൾ ഇവർക്ക് ഇതിനൊരു ഫാസ്റ്റ് ഉണ്ടായിരിക്കും ചിലപ്പോൾ പറയാൻ പിന്നെ ആയിരിക്കും അതിൽ ചിലപ്പോൾ കെയറിങ് ആയിരിക്കും, ചിലപ്പം സ്വന്തം മോനെ മറ്റുള്ളവരിൽ നിന്ന് കെയർ ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ അധികം കെയറിങ് കൊടുക്കുന്നതായിരിക്കാം. പിന്മാറ്റി വെച്ചുള്ള പണിയല്ലേ. കുറെ കഥകൾ പഠിക്കാൻ. പഠിച്ച കഥകള് കാറ്റ് പോലെ എങ്ങോട്ടാ, കാറ് പോലെ എങ്ങോട്ടാ, അതാണ് അവരുടെ ജീവിതം. പോലീസുകാരനാ എന്തോ? ആരോടും പോയി കഥ ഒന്നും പറഞ്ഞു നോക്കരുത്, പ്രത്യേകിച്ച് പോലീസുകാരോട്. ഓ, ഇവിടെ അടുത്ത വേറെ ക്യാരക്ടറാണ് ഇവിടെ കേട്ടോ. മുസ്ലിമാണ് ഇവിടെ. അവിടെ ഹിന്ദു ആയിരുന്നു പേര്. എന്റെ ഇളയമ്മന്റെ ഒരു മോനുണ്ട്, ഒന്ന് കെട്ടിയതാണ്. നീ കൊണ്ടൊന്ന് ആലോചിച്ചാലോ. നന്മ മരങ്ങൾ ഒരുപാടുണ്ടാവും നന്മ ചെയ്യാൻ വേണ്ടി. അടുത്തത് അടുത്ത സ്ഥലത്തോട്ട് പോയി. അപ്പൊ ഇതാണ് സംഭവം. ഒരു അമ്മയും മോനും മാത്രം മതി, വേറെ ആരും ഇവിടെ ജീവിതത്തിലോട്ട് വരേണ്ട ആവശ്യമില്ല. ആരുടെ സഹായവും ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്പറൊക്കെ ഒഴിവാക്കിയത്. ഇതെന്താണ്? ഓ, മറ്റേ പുള്ളി ചായക്കടയിൽ നിന്ന് കണ്ട പുള്ളി കണ്ടല്ലോ. പ്രശ്നമാവട്ടോ, സീനായോ? പുള്ളിക്ക് ഡൗട്ട് അടിച്ചിട്ടോ ആ പേര് പറഞ്ഞപ്പോൾ. മേരി ലൂക്ക. ശരി, നിന്റെ ഭർത്താവിന്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു പണി? ഈ ഉരുൾപൊട്ടലിൽ പോയ വീടുണ്ടല്ലോ, എന്തായിരുന്നു അതിന്റെ കളർ? എന്തായിരുന്നു? വെള്ള. വീട് ഓടിട്ടതോ ടെറസോ? ഓടിട്ടതായിരുന്നു. കെട്ടിയവന് വണ്ടി ഉണ്ടായിരുന്നു? സ്കൂട്ടർ. കേട്ടല്ലോ, നീ ഇവിടെ നിൽക്കേ. വന്നേ എന്നതാണ്. അതെ, ഒന്നൊന്നര പിടിക്കോ? എന്താ മോന്റെ പേരെന്താ? മോന്റെ അമ്മയുടെ പേരെന്താ? മോന്റെ അപ്പൻ അപ്പന്റെ പേരെന്തായിരുന്നു? അടിപൊളി. മോന് ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടില്ലേ ഒരു ചായക്കടയിൽ വെച്ചിട്ട്? ഇല്ല, അമ്മയുടെ മോൻ തന്നെ. മോന്റെ അമ്മയുടെ ജോലി എന്തായിരുന്നു? മോന്റെ വീടിന്റെ കളർ എന്തായിരുന്നു? വീട് ഓടിട്ടതോ ടെറസോ? നിന്റെ അപ്പന് വണ്ടി വല്ലതും ഉണ്ടായിരുന്നു? അടിപൊളി കേട്ടോ. നീ ക്രിസ്ത്യാനി എന്നല്ലേ പറഞ്ഞു? ബൈബിളിലെ 2 വാക്യം പറഞ്ഞു. എന്തോ തട്ടിപ്പാണ്. അവന് മട്ടാണട്ടാ. ഇതും പറഞ്ഞോട് നീ നാളെ പണിക്ക് വരാതിരിക്കരുത്. ഓക്കെ, നല്ല അടിപൊളി സൂപ്പർ സീനൊക്കെയാണ്. നമ്മളെ പാർട്ട് 1 ആണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തത്.
നല്ല അടിപൊളി, ആർക്കും ഒരു പിടുത്തം തരാത്ത ക്യാരക്ടർ, രണ്ട് ക്യാരക്ടറുകൾ. ബാലൻ ദ ബാലൻ ബോയ്, ആ പേര് തന്നെ ഉണ്ട്. കാരണം പേരില്ല, നാളില്ല, സ്വന്തമായി വീടില്ല, ഒന്നുമില്ല. പല സ്ഥലങ്ങളിൽ പല പേരുകൾ, പല ക്യാരക്ടറുകളായിട്ട് വരുന്ന ബാലനും ബാലൻ്റെ അമ്മയുടെയും കഥ. ഒപ്പം ഒരുപാട് രഹസ്യങ്ങൾ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ ഉണ്ട് അല്ലേ. ആർക്കും പിടികൊടുക്കാത്ത ക്യാരക്ടർ, ബന്ധങ്ങളോ ഒന്നുമില്ല. അത് പ്രത്യേകിച്ച് ആ ജയിലിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ തന്നെ അവർ ജോലിക്ക് വേണ്ടിയിട്ട് കാറിൻ്റെ കൊടുക്കുന്നുണ്ട്. പോലീസുകാർ വിളിച്ചാൽ ജോലി തരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വല്യച്ഛൻ വരുന്നുണ്ട് പറയുന്നുണ്ട്. ജയിലിൽ പുറത്തിറങ്ങുമ്പോൾ വല്യച്ഛനില്ല, അങ്ങനെ ഒരാളേ ഇല്ല, അത് നുണയാണ് പറഞ്ഞത്. അതുപോലെ ആ നമ്പറുകൾ, അതായത് ആ തെസ്നിഖാൻ്റെ ക്യാരക്ടർ കൊടുത്ത നമ്പറും അതുപോലെ തന്നെ ആ പോലീസുകാർ കൊടുത്ത ജോലിക്ക് ആവശ്യമുള്ള നമ്പറും രണ്ടും ഒഴിവാക്കിയാണ്. ഈ രണ്ടും ആവശ്യമില്ല അവർക്ക്. കാരണം ആർക്കും പിന്നിട്ട് ബന്ധങ്ങൾ വേണ്ട എന്നുള്ള അതായിരിക്കും മിക്കവാറും. അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ അവർ ഇവരുടെ ജീവിതത്തിൽ പിന്നിട്ട് വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഒരു പിടുത്തം തരാത്ത ക്യാരക്ടറാണ്. അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ സീനായിരുന്നു. ഫസ്റ്റ് സീനാണ് കണ്ടത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. നല്ല കിടിലനായിട്ട് ബാലനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ആദിശേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യാണ് ഈ ബാലൻ എന്ന ഈ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ബാലൻ്റെ അമ്മ ആയിട്ട് ഫർസാന പാലത്തിങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള പുതുമുഖ താരമാണ് അഭിനയിച്ചത്. രണ്ടുപേരും പുതുമുഖ താരങ്ങളാണ്. എന്തായാലും ചിദംബരമാണ് അതിൻ്റെ സംവിധായകൻ. കഥ എഴുതിയിട്ടുള്ളത് നമ്മുടെ ആവേശം ജിത്തു മാധവൻ ആണ്. ഇതിൻ്റെ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അതുപോലെ മ്യൂസിക് സുഷിൻ ശ്യാമാണ്. എന്തായാലും നല്ല ഗംഭീര സീനായിരുന്നു. തുടക്കം തന്നെ ഒരു മിസ്റ്ററി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായവും മറ്റൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് 2 വേഗത്തിൽ തന്നെ വരുന്നതായിരിക്കും, കാണാൻ മറക്കരുത്.